വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ SCRT ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, കേരള റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ മേഖലകളിൽ നിന്നൊക്കെ SCRT ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലാക്കിയിട്ട് നമ്മൾ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഞാൻ അതിന്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ ഇക്കണോമിക്സ് ഭാഗത്തേക്ക് കടക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയെ കുറിച്ച്, അതുപോലെ തന്നെ എന്താ പറയാ, പഞ്ചവത്സര പദ്ധതികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, അങ്ങനെയൊക്കെ ചില ചില ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇന്നൊരു ചെറിയ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നുള്ളതാണ് ആ ചാപ്റ്ററിന്റെ പേര്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. കുറച്ച് കുറച്ച് എന്താ പറയാ പോയിന്റ്സ് ഇതിൽ പഠിക്കാനുള്ളൂ. സ്റ്റാൻഡേർഡ് എയ്ത്ത് ക്ലാസ്സിലെ ഫോർത്ത് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതായത് ഇവിടെ പറയാണ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം കാണുന്നുണ്ടായിരിക്കും. ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിൽ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ നമ്മൾ അടിസ്ഥാന ആവശ്യങ്ങൾ അഥവാ ബേസിക് നീഡ്സ് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമാണ്. എന്നാൽ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി ഉപയോഗിക്കുന്നവയാണോ? അല്ല. നമ്മൾ വേറെ പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങളും നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട് അല്ലെ. നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ നമ്മൾ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ആഡംബര കാറുകൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉയർന്ന മൂല്യമുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെ എല്ലാത്തിന്റെയും ഉപയോഗം ഇതിന് ഉദാഹരണമായിട്ട് പറയാം. നിത്യജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളുമാണ് ഞാൻ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി ഈ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷതകളുണ്ടോ? ആവശ്യങ്ങളുടെ പ്രത്യേകതകൾ, നീഡ്സിന്റെ പ്രത്യേകതകളാണ് ഫീച്ചേഴ്സ് ഓഫ് നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ്. പല ആൾക്കാർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും, പല എണ്ണം ആവശ്യങ്ങളായിരിക്കും. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ്. ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തവുമായിരിക്കും. മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകാറുമുണ്ട്. പുരോഗതിയോടൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നു. എന്നാൽ വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് അനുപാതികമായി വർദ്ധിക്കണമെന്നില്ല. അതായത് റോ മെറ്റീരിയൽസ് ഒന്നും ആവശ്യങ്ങൾക്ക് അനുപാതികമായി വർദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധി ആയതിനാൽ അത് നിറവേറ്റപ്പെടുന്നതിന് ഒരു മുൻഗണനാക്രമം ആവശ്യമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിരിക്കും വ്യക്തികൾ മുൻഗണന നൽകുന്നത്. ഇത്തരത്തിൽ മനുഷ്യന്റെ വിവിധതരം ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, അതായത് ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അല്ലെ. അപ്പൊ നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാ ചോദിക്കണേ. എന്തൊക്കെയാണ്? രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. 1, വാട്ട് ടു പ്രൊഡ്യൂസ്, നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം. 2, ഹൗ ടു പ്രൊഡ്യൂസ്, അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. 3, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് തന്നെ നോക്കാം. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം പച്ചക്കറികൾ ഏതേത് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നാം മുൻഗണനാ ക്രമം അനുസരിച്ച് തീരുമാനിക്കണം. അതായത് ഒരു സ്കൂൾ ആവുമ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം. അപ്പൊ അവർക്ക് എന്തൊക്കെ പച്ചക്കറി വേണം, അത് എത്ര അളവിൽ ഒരു ദിവസം വേണം. അതുപോലെ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും.
പറയും. ഉദാഹരണത്തിന് ഭക്ഷ്യക്ഷാമം നേരിടുന്ന രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഭക്ഷ്യോൽപാദനത്തിനായി നമ്മൾ വിനിയോഗിക്കേണ്ടതായി വരും. അതുപോലെ വ്യവസായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ഏതൊക്കെ വ്യവസായങ്ങൾ തുടങ്ങണം, എത്ര യൂണിറ്റുകൾ തുടങ്ങണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കേണ്ടതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടാൽ അത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം. അതായത് ഹൗ ടു പ്രൊഡ്യൂസ് അല്ലെ. അപ്പൊ ഇവിടെ രണ്ടെണ്ണം തന്നിക്കണു, കണ്ടോ, ചിത്രങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ നിർമ്മാണമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഏത് ഉൽപാദന ഘടകമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡില് കൂടുതലും ആരാണുള്ളത്? വ്യക്തികളാണുള്ളത്. റൈറ്റ് സൈഡിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ എന്താണ്? മെഷീനറികളാണ്. മനസ്സിലായില്ലേ? ഇതുമായി ഇവിടെ കൃഷിയിലാണെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ എന്താണ്? ഒരു വ്യക്തി ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി അയാള് എന്താ ചെയ്യണേ? കൊയ്ത്ത് മെഷീനാണ് അവിടെ ഉപയോഗിക്കണേ. അപ്പൊ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായി, ഒരേ ഉൽപ്പന്നം തന്നെ നമുക്ക് വ്യത്യസ്ത അനുപാതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോ തൊഴിൽ അല്ലെങ്കിൽ അധ്വാന ശേഷി, മൂലധനം, അതായത് ചിലതിൽ നമ്മൾ തൊഴിൽ ആൾക്കാരെ കൂടുതൽ എടുത്തിട്ട് ചിലതിൽ മൂലധനം കൂടുതൽ, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ എടുത്തിട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അല്ലെ. അപ്പോ ചിലപ്പോ തൊഴിൽ എന്ന ഉൽപാദന ഘടകം കൂടുതലായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് അവിടെ സ്ത്രീകളെ അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ കൂടുതൽ കണ്ടു അല്ലെ. അപ്പൊ കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെ നമ്മൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത് കൂടുതൽ മൂലധനവും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും കുറച്ച് വ്യക്തികളും അതായത് ജോലിക്കാർ കുറവും ഉപയോഗിച്ചിട്ടുള്ള ഉൽപാദന രീതിയാണെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക രീതി എന്നാണ് അതിനെ വിളിക്കുക. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. വിഭവങ്ങളുടെ ലഭ്യതയനുസരിച്ച് ഉൽപാദനത്തിന്റെ രീതിയിലും വ്യത്യസ്തമാകാറുണ്ട്. ഇനി തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ. അതായത് ഇവിടെ എന്താണ്? കൂടുതൽ തൊഴിലാളികളെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കുറവ് മതി? ക്യാപിറ്റൽ അഥവാ മൂലധനം കുറവ് മതി. കൂടുതൽ സമയം ആവശ്യം വരും. അതായത് മെഷീനറികളാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും, ആൾക്കാരാവുമ്പോ അത്ര സ്പീഡ് കിട്ടില്ല. പരിസ്ഥിതി സൗഹൃദമാണ് ഉൽപാദനം. മെഷീനറികളൊക്കെ ആവുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്താ പറയാ, മെഷീനറികളാവുമ്പോ എന്താണ്? കൂടുതൽ എന്താ പറയാ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒക്കെ കാരണമാകും. സാങ്കേതിക വിദ്യ കുറച്ച് ഉപയോഗിക്കണേ ഉള്ളൂ നമ്മള് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിൽ. എന്നാൽ മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ തൊഴിലാളികൾക്ക് അപ്പൊ നമ്മളുടെ തൊഴിലില്ലായ്മ കുറയും, കൂടുതൽ നമ്മൾ കാശിറക്കേണ്ടി വരും, നല്ല ഉൽപാദനക്ഷമത ഉണ്ടാവും. ഇത് എന്താ വെച്ചാൽ സാധാരണ വ്യക്തികളെയൊക്കെ കൂടുതൽ മെഷീനറി നന്നായി പ്രവർത്തിക്കൂലോ. സാങ്കേതിക വിദ്യ നമ്മൾ കൂടുതൽ ഉപയോഗിക്കും, ഉൽപാദനത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമും മതിയാകും. മനസ്സിലായോ മക്കളെ? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാവണം നമ്മൾ ഉൽപാദനം നടത്തേണ്ടത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനമാകും വിധം ഉപയോഗിക്കുന്ന രീതിയിൽ വേണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപാദന ഘടകങ്ങൾ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇമ്പോർട്ടന്റ് ആണ്. എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭൂമിക്ക് പാട്ടമായും ഭൂമിക്ക് എന്താ കൊടുക്കുക? പാട്ടം കൊടുക്കും. തൊഴിലിന് എന്താ കൊടുക്കുക? വേതനം കൊടുക്കും. മൂലധനത്തിന് എന്ത് കൊടുക്കും? നമ്മള് പലിശ കൊടുക്കും. സംഘാടനത്തിന് സംഘടിപ്പിക്കുന്ന ആൾക്കാർക്ക് എന്താ കിട്ടുക? ലാഭം കിട്ടും അല്ലെ.
അതായത് ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നതും പ്രധാനമാണ്. ഇനി ചുവടെ നൽകിയിരിക്കുന്ന അത് കുട്ടികൾക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്, കുറച്ച് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യം കൊടുത്തിരിക്കുന്ന ഇവിടെ നിങ്ങൾ നോക്കുക. നമ്മൾ ഭൂമിയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് പാട്ടം കിട്ടും അല്ലെ. തൊഴിലാണെങ്കിൽ തൊഴിലിൽ നിന്ന് നമുക്ക് വേതനം കിട്ടും അല്ലെ. കാശിറക്കിയാൽ മൂലധനത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, പലിശയാണ് കിട്ടുക. ഇനി അതുപോലെ തന്നെ സംഘാടനത്തിൽ നിന്ന് എന്താ കിട്ടുക, നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ നമ്മളൊരു എന്താ പറയാ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ നമുക്ക് ലാഭം വേണ്ടേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലോകത്താകമാനം നിലനിൽക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ്. അപ്പോ എന്താണ് സമ്പദ് വ്യവസ്ഥ, അതാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു രാജ്യം വിവിധ സാധനങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയെ സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം. എന്തൊക്കെ വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണോ അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയണേ. ഇനി സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രധാനമായിട്ടും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ സമ്പദ് വ്യവസ്ഥയെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായി തിരിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ്? ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാൻ അവകാശമുണ്ട്. പരമാവധി ലാഭമാണ് ലക്ഷ്യം. ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതമാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്കാണ് അതിന്റെ പരമാധികാരം. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ മാക്സിമം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിന് ലഭിക്കുകയും ചെയ്യും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും. അടുത്ത രണ്ടാമത്തെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ തീരുമാനമെടുക്കുക. ഇങ്ങനെയാവുമ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? ഗവൺമെന്റിനായിരിക്കും. സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം, അല്ലാണ്ട് ലാഭമല്ല. വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കും. വരുമാനത്തിലും സമ്പത്തിലും എന്ത് കുറയും? അസമത്വം കുറയും. അടുത്തത് ഇത് സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തം ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ രീതിയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ. ഇവിടെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിൽ എന്തുണ്ട്? ഒരു സഹവർത്തിത്വമുണ്ട്. ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവും രണ്ടും ഇവരുടെ ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം. ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം. ചിലർ നിയന്ത്രണം കൊടുക്കും, ചിലത് സബ്സിഡി ആയിട്ട് കൊടുക്കും. അപ്പൊ ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവും. അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുകയും ചെയ്യും. അപ്പൊ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനങ്ങളിലൂടെയുമാണ്. കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനങ്ങളിലൂടെയുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. അറിവും വൈദഗ്ധ്യവും വളർച്ചയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. നമ്മുടെ അറിവ്, അതുപോലെ തന്നെ കഴിവ്, അല്ലെ, വളർച്ച, അത് നവീകരണത്തിന്റെയും എന്താ പറയാ ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. അതായത് ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ്,
ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് കാരണമാകുന്നു. അതായത് നമ്മുടെ അറിവാണ് എന്തായിട്ട് മാറ്റണേ, പ്രൊഡക്ഷൻ ആക്കി മാറ്റണേന്ന്. മനുഷ്യന്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന പഠന ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ്, ബാങ്കിങ്, കമ്പോളം, സാധന സേവനങ്ങൾ മുതലായവയും എന്തിൽ പെടും? സാമ്പത്തിക ശാസ്ത്രത്തിൽ പെടും. ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന നിലയിലാണ് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിരുന്നു അറിയപ്പെടുന്ന ആദം സ്മിത്ത്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത്. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. അപ്പൊ ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആര് പറഞ്ഞു? ലയണൽ റോബിൻസ് വിഭാവനം ചെയ്യുകയും ചെയ്തു. അടുത്ത സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിന്റെ പാട്ട സിദ്ധാന്തം വളരെ പ്രസിദ്ധമാണ്. അപ്പൊ പാട്ട സിദ്ധാന്തം ഡേവിഡ് റിക്കാർഡോയുടെയാണ്. ഇദ്ദേഹം പറഞ്ഞു ക്ഷേമം വർദ്ധിപ്പിക്കുന്നു എന്ന്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തത് നോക്കൂ. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും, ഇദ്ദേഹം ബ്രിട്ടീഷുകാരനാണ് ഡേവിഡ് റിക്ക്. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, അതായത് മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും ആര് കൈക്കലാക്കാണ്? മുതലാളിമാർ കൈക്കലാക്കാണ്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ചത് ആരാണ്? സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിനോട് വാദിച്ചത് JM കെയ്ൻസ് ആണ്. ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഇങ്ങേര് പറയണത്. ചെക്ക് റിപ്പബ്ലിക് വംശജനായ JA ഷുംപീറ്റർ ആവിഷ്കരിച്ച സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, വ്യവസായങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യയും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ ചെക്ക് റിപ്പബ്ലിക് വംശജനായിട്ടുള്ള JM ഷുംപീറ്ററിന്റെ സൃഷ്ടിപരമായിട്ടുള്ള നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനും ഒന്ന് ഓർത്തു വെക്കണം നിങ്ങൾ കേട്ടോ. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും, അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ദാദാഭായ് നവറോജി, എപ്പോഴും ചോദിക്കാറുണ്ട് ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നീ കൃതികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുടെ കൃതികൾ ഓർത്തുവെക്കാം. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയെ അതിന് പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്നും പറയുണ്ടായി. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം എന്നും അദ്ദേഹം പറയുണ്ടായി. സാമ്പത്തികത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ. ക്ഷേമ സാമ്പത്തിക മേഖലയിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്ക് 1998 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു എന്നാ പറയണത്? വെൽഫെയർ ഇക്കണോമിക്സിന്. ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സാമ്പത്തിക ശാസ്ത്രമല്ല, ക്ഷേമ, അതിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? നോബൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ചിന്തകളാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് നമ്മൾ ഊന്നൽ നൽകേണ്ടത്.
പാലിക്കേണ്ടതുണ്ട്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അത്യാവശ്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് വിനായക് ബാനർജി. 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജി. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രെമർ, മൈക്കൽ ക്രെമർ എന്നിവർക്കൊപ്പമാണ് ഇദ്ദേഹം ഈ പുരസ്കാരം. അപ്പൊ 3 പേരാണ് ഈ പുരസ്കാരം പങ്കിട്ടത്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം അത് വിഭാവനം ചെയ്തതിനാണ് കേട്ടോ. അപ്പോ പറയുന്നത് ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകും. ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു. നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവമായും കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ കടമ എന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചില പ്രത്യേക സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കാര്യം, ഗാന്ധിജിയുടെ അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, അല്ലെ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇനി സാമ്പത്തിക വികാസ ശാസ്ത്ര വിഭാഗത്തിന് അതിന്റെ വികസനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചില വ്യക്തികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, അല്ലെ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, വളരെ, അതുപോലെ ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ചാപ്റ്ററും വിട്ടുപോകരുത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും, നമുക്ക് കേൾക്കുമ്പോൾ അത്ര രസമുള്ള കാര്യങ്ങളൊന്നല്ല. പക്ഷെ അങ്ങനെ രസമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചാലാണ് നമുക്ക് ജോലി നേടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു ചാപ്റ്ററിൽ നമുക്കൊരു മാർക്ക് കിട്ടിക്കൂടാ എന്നില്ല. നമ്മളൊരു അരമണിക്കൂർ ഇതിനു വേണ്ടി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് കിട്ടുക ചിലപ്പോൾ 1 മാർക്കാണ്. അത് നമ്മൾ മറക്കാതെ ആലോചിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടാച്ച ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ.